കൊല്ലപ്പെട്ടതിലൊരു IB ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഹൈദരാബാദിലെ IB ഉദ്യോഗസ്ഥനായ മനീഷ് രഞ്ജനാണ്, ബീഹാർ സ്വദേശിയാണ്. മനീഷ് രഞ്ജനും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ഈ പഹൽഗാമിലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരും തന്നെ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചാണ് അവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. അതിൽ പലരും കേണപേക്ഷിച്ചു. മഞ്ജുദാറിൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞതാണ്, ഞാൻ കേണപേക്ഷിച്ചപ്പോഴും എന്നെ വെറുതെ വിട്ടു, പക്ഷേ എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി. അങ്ങനെ സ്വന്തം കൺമുന്നിൽ പ്രിയപ്പെട്ടവരുടെ മരണം കാണേണ്ടി വന്ന ദുരവസ്ഥ കൂടിയാണ് ഈ വിനോദയാത്രയ്ക്ക് പോയവർക്ക്, ഈ സന്തോഷ യാത്രയ്ക്ക് പോയ മനുഷ്യർക്കാണ്. ഇന്ന് പകൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ പോയ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ശനിപാതം പോലെ ഈ തീവ്രവാദികൾ ഇറങ്ങി വരുന്നത്. ആ മലമുകളിൽ നിന്ന് അവർ കൊന്നൊടുക്കിയത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നടുക്കുന്ന ഓർമ്മകളാണ് അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് കൂടുതൽ ദുഃഖം സമ്മാനിക്കുന്നതായിരുന്നു ഇന്നത്തെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. രാമചന്ദ്രൻ എന്ന മലയാളി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത്. 28 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പഹൽഗാമിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ്, 3:45 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. കുതിരസവാരി നടത്തി, അവിടെ ട്രക്കിംഗ് നടത്തി യാത്ര നടത്തിയ ആളുകളാണ് പുൽമേട്ടിൽ വെച്ച് അവിടേക്ക് ഇറങ്ങി വന്ന ഭീകരവാദി സംഘം കൊലപ്പെടുത്തിയത്. ആൻമരിയ തുടരുന്നുണ്ട്. ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം എപ്പോൾ എത്തിക്കുമെന്ന വിവരങ്ങളൊക്കെ വരും മണിക്കൂറിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ ആളുകൾ ഇപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ കാശ്മീരിലുള്ളവരുമായിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.